അടിപൊളി വറുത്തരച്ച ചിക്കൻ കറി. ഞാനൊരു കുമ്പളങ്ങയും കൂടെ. ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ മെറി ക്രിസ്മസ്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്ക് എന്താ പറയുക, ആ ഡിഷിൻ്റെ പേര് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ പറയുക, പക്ഷേ ഭയങ്കര അടിപൊളി ടേസ്റ്റുള്ള ഭയങ്കര ഒരു ട്രഡീഷണൽ ഡിഷാണ് കേട്ടോ. അതായത് പണ്ട് എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, അതായത് എൻ്റെ ഫാദറിൻ്റെ അമ്മ ഒക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു ഡിഷാണ്. അതായത് കുമ്പളങ്ങ വറുത്തരച്ച ചിക്കൻ കറി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഡാഡിയുടെ അടുത്ത് ഇങ്ങനെ പുതിയ റെസിപ്പീസൊക്കെ ചോദിച്ചപ്പോൾ ഡാഡി ഇത് ഷെയർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് when I talked to my mother-in-law, പുള്ളിക്കാരിയും എന്നോട് പറഞ്ഞു ഇത് ഫാദർ-ഇൻ-ലോന് ഭയങ്കര ഇഷ്ടമായിട്ട് മമ്മി ഇരിഞ്ഞാലിക്കുടത്തെ മമ്മി ഉണ്ടാക്കി കൊടുക്കാറുള്ള ഡിഷാണ്. അപ്പോൾ എനിക്ക് ക്ലീനായിട്ട് അതിൻ്റെ റെസിപ്പി കിട്ടി. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമ്മളിത് ഒരു ഫുൾ ചിക്കനായിട്ട് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് നമ്മൾ ആദ്യം ഉപ്പ്, ഈ ചിക്കന് ആവശ്യമായിട്ടുള്ള എരിവ്, ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, നുള്ള് തന്നെ ഗരം മസാല, ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് കൂട്ടിത്തിരുമുക. അപ്പോൾ ഇത് നന്നായിട്ട് കൂട്ടിത്തിരുമിയുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വെള്ളം വരുന്ന വരെ ചെറിയ തീയിൽ മൂടിയിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ട നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയൊന്ന് ഇളക്കിയിട്ട് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിൽ പകുതി വേവാകുമ്പോൾ നമ്മൾ എന്താ പറയുക, കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുവേ. മൺചട്ടി ആയതുകൊണ്ട് അടിക്ക് പിടിക്കാതൊക്കെ നോക്കണം കേട്ടോ. നിങ്ങൾ അടിയിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ. നമുക്ക് വീണ്ടും മൂടി വെച്ച് കഴിക്കാം. അപ്പോൾ ഈ ചിക്കൻ ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് പകുതി വേവ് മതിയേ. ആ സ്റ്റേജിൽ നമുക്ക് ഇതിനകത്തോട്ട് കുമ്പളങ്ങ ഇതുപോലെ തന്നെ കഷ്ണങ്ങളായിട്ട് ഇടണം കേട്ടോ, ഈ വലുപ്പത്തിൽ. കാരണം കുമ്പളങ്ങയ്ക്ക് വേവ് കുറവായതുകൊണ്ട് ഇത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വലുപ്പത്തിൽ തന്നെ നമ്മൾ ഇടണേ. ഇപ്പം നല്ല വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് തീ കൂട്ടി വെക്കാം കേട്ടോ. വീണ്ടും ഈ കുമ്പളങ്ങ വേവണ വരെ മൂടി വയ്ക്കുക. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ വയ്ക്കുക. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മതിയേ. എന്നിട്ട് നമ്മളിതിനകത്തോട്ട് തേങ്ങ വറുത്തരയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇടുക കേട്ടോ. ഒരു ഫുൾ ചിക്കൻ ആയതുകൊണ്ട് ഞാനൊരു ഫുൾ തേങ്ങ ചിരകിതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് പെരുംജീരകം, കറുകപ്പട്ട, കരയാമ്പൂ, ഏലക്കായ, മല്ലി, പിന്നെ നമ്മുടെ കുരുമുളക് മുഴുവനായിട്ടുള്ളത്. ഇത്രയും സാധനം നമ്മൾ നന്നായിട്ട് ചെറുതീയിൽ വറുത്തെടുക്കണം. ഇത് നന്നായിട്ട് വറുത്ത് വന്നിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. നമ്മൾ തീ കൂട്ടിയും കുറച്ചും ഇത് ഇങ്ങനെ ആക്കിയെടുക്കണേ. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി കേട്ടോ, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ ചെയ്തിട്ട് നന്നായിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടോ, അപ്പോൾ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ, നല്ല കറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയും കോഴിയും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് തേങ്ങ ഉണ്ടല്ലോ, അത് മിക്സിയിൽ നന്നായി അരച്ചെടുത്തിട്ട് നമ്മളിതിനകത്തോട്ട് ചേർക്കുക. നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ച അരപ്പ് ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കുക. അപ്പോൾ നമ്മൾ ആ മിക്സി കഴുകിയിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കുക. ഒരു രക്ഷയില്ലാത്ത മണം കേട്ടോ. ഈ വറുത്തരച്ച ഗ്രേവി ഇതിനകത്തോട്ട് ഈ ചിക്കൻ്റെ അതിലോത്തോട്ട് ചേർന്നപ്പോൾ ഉണ്ടല്ലോ, അസാധ്യം മണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല, അതുപോലത്തെ മണമാണ്. എന്നിട്ട് നമുക്കിത് വീണ്ടും കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം, ഒരു തള വരുന്നത് വരെ. അപ്പം നമ്മൾ അരപ്പ് വേവാൻ വെച്ചിട്ട് ഇതും നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ട നല്ല തളയൊക്കെ വന്ന് അസാധ്യ സ്മെല്ലൊക്കെ ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്, അതായത് കാച്ചി ഒഴിക്കൽ. അതോടുകൂടിയിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണയായിട്ട് ഉപയോഗിക്കണേ. ഇതിൽ നമ്മൾ ജസ്റ്റ് ഉള്ളി മൂപ്പിച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഈ ഉള്ളി വെളിച്ചെണ്ണയിൽ മൂത്ത് വരുമ്പോൾ ഒന്നൊന്നര മണവും ഒന്നൊന്നര ടേസ്റ്റുമാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ഈ ചുവന്നുള്ളി നെയ്യിലും അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലും മൂത്ത് വരുമ്പോൾ ഭയങ്കര നല്ല മണമാണ്. പണ്ടുണ്ടല്ലോ ഒരു
ചോറിന് കറി ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ കറികളൊന്നും ഇഷ്ടപ്പെടാതെ വരുന്ന സമയത്ത് എൻ്റെ അമ്മാമ്മ എനിക്ക് നെയ്യിൽ ചുവന്നുള്ളി മൂപ്പിച്ച് തരുമായിരുന്നു. ഭയങ്കര നൊസ്റ്റാൾജി കേട്ടോ അത്. ഈ കോതമംഗലത്ത് ഉണ്ടാക്കുന്ന വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അമ്മാമ്മ അവിടുത്തെ പാലയിൽ നിന്നൊക്കെ നെയ്യൊക്കെ എടുത്തിട്ട് നമുക്ക് തരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെക്കേഷന് മുമ്പ് ഇത് കിട്ടുമായിരുന്നു. ഭയങ്കര ഡിമാൻഡായിരുന്നു കേട്ടോ. ഇന്നത്തെ പോലെ നെയ്യൊന്നും അത്ര ഈസിലി ആക്സസിബിൾ ആയിരുന്നില്ല. അത് വെക്കേഷന് മുമ്പ് അമ്മ വീട്ടിൽ കൊണ്ടിട്ട് ഞങ്ങൾക്ക് ആണ്ടിനും സംക്രാന്തിക്കുമൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ നെയ്യ് മൂപ്പിച്ച് തരും. പിന്നെ എനിക്കിത് ധാരാളമായിട്ട് കിട്ടിയത് പ്രസവിച്ച് കിടന്നപ്പോഴാട്ടോ. പ്രസവത്തിന് പ്രസവരക്ഷ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നെയ്യ് മൂപ്പിച്ച് തരും. അന്നൊക്കെ പക്ഷെ അതിനോട് വലിയ താല്പര്യമുണ്ട്. പക്ഷെ ചെറുപ്പത്തിൽ അതിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ ഉള്ളി നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേജിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വറുത്തരച്ച ചിക്കൻ കറി ഇല്ല അതിനകത്തോട്ട് ഇത് ചേർക്കാം. അതോടെ എല്ലാം ശുഭം. നമ്മൾ കണ്ടോ ആവി പറക്കുന്ന ചിക്കൻ കറിയിലോട്ട് ഈ ഉള്ളി മൂപ്പിച്ചത് അങ്ങ് ചേർക്കുക. ഈ സൗണ്ടും ഭയങ്കര പൊളിയാണ്, ഈ മണവും ഭയങ്കര പൊളിയാണ്. ഇതോടെ ദ എൻഡ് ഓഫ് വറുത്തരച്ച കുമ്പളങ്ങ ആൻഡ് ചിക്കൻ കറി. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ട് ടേസ്റ്റ് ചെയ്യാം. നമ്മളുടെ വറുത്തരച്ച കുമ്പളങ്ങിട്ട് വറുത്തരച്ച ചിക്കൻ കറി ഞാൻ നമ്മുടെ നല്ല നൈസ് പത്രിൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്യാം കേട്ടോ. നൈസ് പത്രി ഞാൻ ഉണ്ടാക്കിയതല്ല, സത്യസന്ധമായിട്ട് പറയാം, അത് ഞാൻ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ ഈ കറി ഉണ്ടല്ലോ, ഇതിൻ്റെ ഗ്രേവിയും ഒരു ചിക്കൻ്റെ പീസും കൂടെ അടിപൊളി വറുത്തരച്ച ചിക്കൻ കറി. ഞാനൊരു കുമ്പളങ്ങയും കൂടെ, ഈ കുമ്പളങ്ങ ഇതിനകത്ത് കിടന്ന് കുക്കായിട്ട് ഭയങ്കര ടേസ്റ്റാട്ടോ. ഇതുവരെ കുമ്പളങ്ങ കഴിക്കാത്ത ഞാനാണ്, പക്ഷേ ഈ കറിയിലിട്ടപ്പോൾ ഞാൻ കുമ്പളങ്ങ കഴിക്കാൻ തുടങ്ങി. എനിക്ക് പൊതുവേ കുമ്പളങ്ങ അത്ര ഇഷ്ടമല്ലാത്ത. നമുക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ പത്തിരീൻ്റെ കൂടെയോ, പൊതുവേ ഈ വറുത്തരച്ച കറി എനിക്ക് അരി ആഹാരങ്ങളുടെ കൂടെ കഴിക്കാനാട്ടോ ഇഷ്ടം. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് ക്രിസ്മസിൻ്റെ അന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് എന്നെ അറിയിക്കുക. ഇതുപോലത്തെ അടിപൊളി ഡിഷസ് കാണാനായിട്ട് നിങ്ങൾ ലയാസ് കിച്ചൻ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് ആസ് യൂഷ്വൽ ദ സെയിം ക്രിഞ്ച് ക്ലീഷേ ഡയലോഗ്സ് ഐ എം ടെല്ലിങ് യു. പക്ഷേ ഇതുപോലത്തെ അടിപൊളി ഡിഷ് കാണണമെങ്കിൽ നിങ്ങളിത് ചെയ്തേ പറ്റൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി ഡിഷായിട്ട് വരുന്നത് വരെ ബൈ.